الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ ഇന്ന് സൂറത്ത് ഖമറിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് ഉള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. 8 വിഷയങ്ങളിലായിട്ടാണ് ഈ ഒരു സൂറത്ത് ഉള്ളത് എന്നും ആ വിഷയാടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങൾ അടുത്ത ഓരോ ആഴ്ചകളിലായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മനസ്സിലാക്കിയ ഒരു കാര്യം സൂറത്ത് ഖമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ചന്ദ്രൻ എന്നായിരുന്നു. അതുപോലെ തന്നെ 55 വചനങ്ങളുള്ള 54-ാമത്തെ അധ്യായമാണ് സൂറത്ത് ഖമർ. 27-ാമത്തെ ജുസയിലാണ് ഈ ഒരു സൂറത്ത് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരായത്ത് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ അത് 4 ആയത്ത് മനഃപ്പാഠമാക്കിയതിന് തുല്യമാണ്. കാരണം ഓരോ നബിമാരുടെ ചരിത്രം പറഞ്ഞതിന് ശേഷവും ആ ഒരു ആയത്ത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ആ ആയത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന ഒരു ആയത്താണ് 17-ാമത്തെയും 22-ാമത്തെയും 32-ാമത്തെയും 40-ാമത്തെയും വചനമായിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം തീർച്ചയായും ഓർമ്മിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു, എന്നാൽ ഓർമ്മിച്ചു മനസ്സിലാക്കുന്നവരായി വല്ലവരുമുണ്ടോ എന്നുള്ളതാണ് ആ ഒരു വാചകത്തിന്റെ അർത്ഥം. ഇനി നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ വിഷയമായിട്ടുള്ള ചന്ദ്രൻ പിളർന്ന സംഭവത്തെ കുറിച്ചും ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള മുന്നറിയിപ്പിനെ കുറിച്ചുമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖമറിലെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഈ ഒരു വിഷയം പറയുന്നത്. ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഈ വിഷയം പറയുന്നത്. ചന്ദ്രൻ പിളർന്നിരിക്കുന്നു, ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ മുശ്രിക്കുകളുടെ സമീപനം എന്ത് എന്നീ വിഷയങ്ങൾ ഈ ഒരു 8 ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വിഷയത്തിൽ സത്യവിശ്വാസിയുടെ നിലപാട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. മാത്രമല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 14 വാക്കുകളുടെ അർത്ഥം കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ 3 ആയത്തുകളിലെ പ്രധാന സന്ദേശങ്ങൾ എന്താണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല നിങ്ങൾ ഈ ഒരു ക്ലാസ് കേട്ട് ഇരിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു 5 ചോദ്യങ്ങളും കൂടെ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ അതിനുള്ള മറുപടി കൂടെ നിങ്ങൾ ചാറ്റിൽ ഇടാവുന്നതാണ്. അപ്പൊ അതിന് റെഡി ആയിട്ട് ഇരിക്കുക. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. 6 കാര്യങ്ങളാണ് മൊത്തം ചോദ്യങ്ങൾ അടക്കം നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. ഒന്നാമത്തെ ആയത്ത് തന്നെ അന്ത്യസമയം അടുത്തു വന്നിരിക്കുന്നു, ചന്ദ്രൻ പിളരുകയും ചെയ്തു എന്നാണ് ഒന്നാമത്തെ ആയത്തിന്റെ മീനിങ് ഉള്ളത്, അർത്ഥമായിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലുതും ചെറുതുമായ ധാരാളം അടയാളങ്ങൾ അന്ത്യദിനത്തിനുണ്ട്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ലോകാവസാനം എപ്പോഴാണ് ഉണ്ടാവുക എന്നതിനെ പറ്റി അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഒരിക്കൽ അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ 2 വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞിരുന്നു, ഞാനും അന്ത്യസമയവും ഈ 2 വിരലുകൾ കണക്കെ ആയിക്കൊണ്ടാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം അന്ത്യനാളിന്റെ അടയാളത്തിൽപ്പെട്ട ഒന്നാണ് എന്നതാണ്. അന്ത്യസമയം സംഭവിക്കുമെന്നും അത് വളരെ അടുത്താണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തവും ഒരു അസാധാരണ സംഭവവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ചന്ദ്രൻ പിളർന്ന സംഭവം. ആ സംഭവമാണ് ഈ സൂറത്തു ഖമറിലെ 1-ാമത്തെ വചനത്തിലൂടെ പറയുന്നത്. ഇത് ഏകദേശം ഹിജ്റ 5 കൊല്ലം മുമ്പാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അന്ത്യസമയം ആസന്നമായിട്ടുണ്ടെന്നും അതുകൊണ്ട് മനുഷ്യൻ ജാഗ്രതയായിരിക്കേണ്ടതുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്ന ഈ ഒരു സൂറത്തിലെ ആയത്തുകൾ, പ്രത്യേകിച്ച് ഈ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളിൽ നിന്നും നമുക്ക് ആ ഒരു മുന്നറിയിപ്പാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവുക.
ഇബ്നു കസീർ റഹിമഹുല്ലാ പ്രസ്താവിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചന്ദ്രൻ പിളർന്ന സംഭവം പ്രബലമായ നിരവധി ഹദീസുകളാൽ സ്ഥാപിതമായതും ഖുർആൻ വ്യാഖ്യാതാക്കളും ഹദീസ് പണ്ഡിതന്മാരും ഭിന്നാഭിപ്രായം കൂടാതെ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളതുമാകുന്നു. അപ്പൊ ഇത് പണ്ഡിത ലോകത്ത് ആർക്കും സംശയമില്ലാത്ത നടന്ന ഒരു സംഭവമാണ് ചന്ദ്രൻ പിളർന്നു എന്നുള്ള സംഭവം. വിശുദ്ധ ഖുർആനില് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ആയത്തിന്റെ ഒരു ഏകദേശ കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മളിന്ന് 3 ആയത്തിന്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. അതിനുശേഷം ബാക്കി 5 ആയത്ത് അടുത്ത ആഴ്ചയിലായിരിക്കും അടുത്ത 4 ആഴ്ചകളിലായിട്ടാണ് നമ്മളിത് ഫിനിഷ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ഈ ഒരു ആഴ്ചയിൽ 3 ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ ആയത്തിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾ ചാറ്റ് ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചാറ്റിലൊന്ന് മറുപടി തരിക. അതല്ലെങ്കിൽ ഇമോജി ആയിട്ട് ഇട്ടാലും മതി. പറയുന്നത് സ്പീഡില്ലല്ലോ, ക്ലിയർ ആണല്ലോ? യെസ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോവാം. ഈ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ മുശ്രിക്കുകളുടെ സമീപനം എന്ത് എന്നുള്ളതിനെ കുറിച്ചാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ അതില് ചന്ദ്രൻ പിളർന്ന സംഭവം കണ്ണിൽ കണ്ട മുശ്രിക്കുകൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. കണ്ണിൽ കണ്ടിട്ട് പോലും സത്യവിശ്വാസം സ്വീകരിക്കുവാൻ അവര് കൂട്ടാക്കിയില്ല മുശ്രിക്കുകൾ. അവരുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു ദൃഷ്ടാന്തം കണ്ടാലും അത് ജാലവിദ്യയാണ് എന്ന് വിധി കൽപ്പിച്ച് ഒഴിഞ്ഞു മാറുന്ന അവരുടെ ഒരു പതിവ് അങ്ങനെയാണ്. അങ്ങനെ ഒഴിഞ്ഞു മാറും അവര്. ആ സെയിം കാര്യം തന്നെയാണ് ചന്ദ്രൻ പിളർന്ന സംഭവം കണ്ട സമയത്തും അവര് ചെയ്തത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കാത്തവരോട് ധാർമ്മിക മൂല്യങ്ങളും സദാചാര മാർഗങ്ങളും ഉപദേശിച്ചിട്ട് യാതൊരു ഫലവുമില്ല. അതുകൊണ്ടാണ് മക്കീ സൂറത്തുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവുക അള്ളാഹുവിലുള്ള വിശ്വാസവും അന്ത്യദിനത്തിലുള്ള വിശ്വാസവുമായിരിക്കും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവുക. തൗഹീദ് കാര്യങ്ങളായിരിക്കും മക്കീ സൂറത്തുകളിൽ പറഞ്ഞിട്ടുണ്ടാവുക. സൂറത്തു ഖമർ ഒരു മക്കീ സൂറത്താണ്. അപ്പോ അവരുടെ നിലപാട് മക്ക മുശ്രിക്കുകളുടെ നിലപാട് ഇതൊരു ജാലവിദ്യയാണ് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുന്ന രൂപത്തിലായിരുന്നു അവരുടെ പെരുമാറ്റം എന്നുള്ളതാണ്. ഇനി മൂന്നാമതായി നമുക്ക് ഈ വിഷയത്തിൽ സത്യവിശ്വാസികളുടെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കാം. ഭൗതികവാദികളും തത്വശാസ്ത്രത്തിന്റെ അനുയായികളും ഇത്തരം സംഭവങ്ങൾ നിഷേധിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ മുസ്ലിങ്ങളിൽ ചുരുക്കം ചില ആളുകൾ അവരെ അനുകരിച്ച് കാണുന്നത് അത്ഭുതമത്രേ എന്നാണ് അമാനി മൗലവിന്റെ തഫ്സീറിൽ എഴുതിയിട്ടുള്ളത്. അപ്പോ മുസ്ലിങ്ങളിലെ ചുരുക്കം ചിലര് ഈ ഭൗതികവാദികളെയും അതുപോലെ തത്വശാസ്ത്രത്തിന്റെ അനുയായികളെയും അനുകരിച്ചുകൊണ്ട് ഇതിനെ നിഷേധിക്കാറുണ്ട് എന്നാണ് അമാനി മൗലവിന്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കാം. അബു ഇസ്ഹാഖ് സജ്ജാദ് റഹിമഹുല്ല പറയുന്നു, മതവിരോധികളെ അനുകരിച്ചുകൊണ്ട് ബിദ്അത്തിന്റെ കക്ഷിക്കാരായ അഥവാ നൂതനവാദക്കാരായ ചിലരും ചന്ദ്രൻ പിളർന്നതിന് നിഷേധിച്ചിരിക്കുന്നു. എന്നാൽ ബുദ്ധി അതിനെ നിഷേധിക്കുന്നില്ല. കാരണം ഖിയാമത്ത് നാളിൽ സൂര്യനെയും ചന്ദ്രനെയും ഒരുമിച്ച് കൂട്ടുകയും മറ്റും ചെയ്യുന്ന അള്ളാഹുവിന് അതിനെ പിളർക്കുകയും ചെയ്യാം. അത് അവന്റെ സൃഷ്ടിയാണല്ലോ. അവന്റെ സൃഷ്ടിയിൽ അവന്റെ ഇഷ്ടം പോലെ അവന് പ്രവർത്തിക്കാവുന്നതാകുന്നു. ഫത്ഹുൽ ബാരിയിൽ വന്നതിന്റെ മീനിങ് ആണ്. അപ്പൊ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അന്ത്യദിനത്തിന്റെ കാര്യങ്ങളായിട്ട് പറയുമ്പോ സൂര്യനും ചന്ദ്രനും ഒന്നിച്ചു കൂട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ ഈ ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന് തീർച്ചയായിട്ടും അതിനെ പിളർക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുകയാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു ഒരു ദൃഷ്ടാന്തമായിട്ട് അന്ത്യദിനത്തിന്റെ അടയാളമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ കാണിച്ച ഒരു അടയാളമാണ് ചന്ദ്രൻ പിളർന്ന സംഭവം എന്നുള്ളതാണ്. ഓരോ കാര്യത്തിനും ഓരോ പര്യവസാനവും തീരുമാനവുമുണ്ട്. നന്മയാകട്ടെ തിന്മയാകട്ടെ രക്ഷയാകട്ടെ ശിക്ഷയാകട്ടെ ഓരോന്നിനും അള്ളാഹു ഓരോ വ്യവസ്ഥയും ചിട്ടയും നിശ്ചയിച്ചിട്ടുണ്ട് എന്നത്രേ മൂന്നാമത്തെ വചനത്തിന്റെ അവസാന ഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോ 3 ആയത്തുകളിലായിട്ട് പ്രധാനമായും പറയുന്ന ഒരു കാര്യം ചന്ദ്രൻ പിളർന്ന സംഭവം അന്ത്യനാളിന്റെ അടയാളങ്ങളുമാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ?
ജസ്റ്റ് ഒരു എസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി, ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് 14 വാക്കുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഈ ഒരു വാക്കുകളുടെ അർത്ഥം വാക്കുകളും അതിന്റെ അർത്ഥവും ഗ്രൂപ്പിലേക്ക് നൽകുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇക്തറബ, അടുത്തു, സമീപിച്ചു. അസ്സാഅ, ഖിയാമത്ത്. മൂന്നാമത്തെ വാക്ക് ഇൻഷക്ക, പിളർന്നു, വിഭജിച്ചു. അൽ ഖമർ, ചന്ദ്രൻ. യറൗ, അവർ കണ്ടു. ആയ, അടയാളം, അത്ഭുതം. യുഅ്രിദു, അവർ തിരിഞ്ഞു കളഞ്ഞു. സിഹ്റും മുസ്തമിർ, നടമാടിക്കൊണ്ടിരിക്കുന്ന മായാജാലം. കദ്ദബു, അവർ നിഷേധിച്ചു. ഇത്തബഉ, അവർ പിന്തുടർന്നു. അഹ്വാഅഹും, അവരുടെ ഇഷ്ടങ്ങൾ. കുല്ലു, ഓരോ, എല്ലാവരും. അംർ, കാര്യം, തീരുമാനം. മുസ്തഖിർ, ഉറപ്പുള്ള, നിശ്ചിതമായ. അപ്പൊ ഇങ്ങനെ 14 വാക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിന് ഒരു ടാസ്ക് നിങ്ങൾക്ക് തരാം. അതായത് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കണം. സെന്റൻസ് ഉണ്ടാക്കിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടണം. ഒരു കോമൺ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും. അപ്പൊ അതിലേക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. വന്നവർക്ക് പ്രത്യേകിച്ച് തരുന്നുണ്ടാവും. അപ്പൊ അവർക്ക് ആ ഗ്രൂപ്പിലേക്ക് വന്നിട്ട് ആക്ടിവിറ്റികൾ അതിൽ ചെയ്യാവുന്നതാണ്. അപ്പോ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം. ഖമർ എന്നുള്ളതിന്റെ മീനിങ് ചന്ദ്രൻ എന്നാണ്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ മകള് നന്നായി വരക്കും. അവൾ ഒരു ഖമറിനെ വരഞ്ഞു. ചന്ദ്രനെ വരഞ്ഞു എന്നുള്ളതിന് ചന്ദ്രൻ മാറ്റിയിട്ട് അവിടെ അറബി പദമാക്കുക. ആ രീതിയിലാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഓരോ വാക്കുകൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള വാക്കുകളിൽ ആ വാക്ക് അറബി വാക്ക് മാത്രം എഴുതിയിട്ട് ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ സെന്റൻസ് നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. മറ്റേത് പറഞ്ഞു പഠിക്കുന്ന സമയത്ത് പിന്നീട് അത് മറക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ അത് ചെയ്യാം, ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ചെയ്യാം. അപ്പോൾ 14 വാക്കുകൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നൽകാം. ഇനി നമുക്ക് ഈ ഒരു 3 ആയത്തിന്റെ പ്രധാന സന്ദേശങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ 3 ആയത്തുകളില് അള്ളാഹുവിന്റെ അടയാളങ്ങൾ കണ്ടിട്ടും നിഷേധിക്കരുത് എന്ന ഒരു ആശയമാണ്, ഒരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുക. കാരണം അത് നിഷേധിച്ചത് മുശ്രിക്കുകളാണ്. ആ ഒരു നിലപാടല്ല സത്യവിശ്വാസികൾ എടുക്കേണ്ടതുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ ആഗമനത്തിന് ശേഷം ഈ വലിയ അടയാളമായ ചന്ദ്രന്റെ പിളർപ്പിന് ശേഷം അത് അന്ത്യനാള് അടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു സന്ദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഖുർആന് ഒരു മുന്നറിയിപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിശ്വാസം സ്വീകരിക്കാത്തവർ നഷ്ടത്തിലാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു 3 ആയത്തുകളുടെ സന്ദേശമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവുക. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ഈ രീതിയിൽ കുറേശ്ശെ കാര്യങ്ങളായിട്ടാണ് ഓരോ ആഴ്ചയിലും മുന്നോട്ട് പോകുന്നുണ്ടാവുക. കുറച്ച് സമയം എടുത്തിട്ട് കുറേശ്ശെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പോകുന്നുണ്ടാവുക. അപ്പൊ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് നൽകാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ചാറ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ? ചാറ്റ് ആണോ എളുപ്പം, അതല്ല വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുന്നതാണോ എളുപ്പം? വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വിടുന്നതാണ് എളുപ്പം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ മതി. ഞാൻ ചോദ്യം വായിക്കാം, ഓപ്ഷൻസും വായിക്കാം. ഉത്തരം മാത്രം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ മതി. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ഹിജ്റയുടെ ഈ ചാറ്റിൽ ബുദ്ധിമുട്ടില്ലാത്തവർ ഇവിടെ ഇട്ടോ, കുഴപ്പമില്ല. വാട്സപ്പിൽ ഇടാൻ പറ്റുന്നവർ അവിടെ ഇട്ടോ, കുഴപ്പമില്ല. 2 മിക്സ് ആയിട്ട് ചെയ്യാം. അടുത്ത ആഴ്ചയിൽ നമ്മൾ കോമൺ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുന്ന രൂപത്തിലേക്ക് മാറാം. അപ്പൊ ഇന്ന് തൽക്കാലം ചാറ്റിലും വാട്സപ്പിലും പാടെ ഇടാം, കുഴപ്പമില്ല. അപ്പൊ ഹിജ്റയുടെ ഏതാണ്ട് എത്ര വർഷം മുമ്പാണ് ചന്ദ്രൻ പിളർന്ന സംഭവം ഉണ്ടായത്? 5, 10, 15, 3. അപ്പൊ അതിന്റെ ഉത്തരം ചാറ്റിലേക്ക് ഇട്ടാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, അസ്സാ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? കാര്യം, ഖിയാമത്ത്, ചന്ദ്രൻ, വർഷം. ഒന്നും കൂടെ പറയാതെ. അസ്സാ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? കാര്യം, ഖിയാമത്ത്, ചന്ദ്രൻ, വർഷം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, നന്മയാകട്ടെ തിന്മയാകട്ടെ, രക്ഷയാകട്ടെ ശിക്ഷയാകട്ടെ, ഓരോന്നിനും അള്ളാഹു ഓരോ വ്യവസ്ഥയും ചിട്ടയും നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. ഓക്കെ, നാലാമത്തെ ചോദ്യം, അമ്ര എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? കാര്യം,
ഖിയാമത്ത്, ചന്ദ്രൻ, വർഷം. ഓക്കെ. ഇനി 5ാമത്തെ ചോദ്യം. ഖിയാമത്ത് നാളിൽ സൂര്യനെയും ചന്ദ്രനെയും ഒരുമിച്ച് കൂട്ടുകയും മറ്റും ചെയ്യുന്ന അള്ളാഹുവിന് അതിനെ പിളർക്കുകയും ചെയ്യാം. ശരി അല്ലെങ്കിൽ തെറ്റ്? ശരി. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊന്ന് മനസ്സിലാക്കിയത്. അപ്പോ ആക്ടിവിറ്റി 14 നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുന്ന സമയത്ത് എന്താ ഗുണം ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വാക്കുകൾ നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നുണ്ടാവും. കാരണം ആ വാക്ക് വെച്ചിട്ട് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പൊ സെന്റൻസിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം മലയാളത്തിലും ആ വാക്ക് മാത്രം മലയാളം മാറ്റിയിട്ട് അറബി എഴുതിയാൽ മതി. അപ്പൊ ആ രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ അത് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും അതിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് താല്പര്യമുള്ളവരൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് പങ്കെടുപ്പിക്കാം. നമ്മളെല്ലാ ചൊവ്വാഴ്ചയും ഇതുപോലെ ഉണ്ടാവും. ഇതിലേക്ക് പങ്കെടുപ്പിക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച ബാക്കിയുള്ള ഈ 3 ആയത്തിന്റെ അർത്ഥവും വേറെ കുറച്ച് ആക്ടിവിറ്റികളും കൂടെ ആയിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഇതേ സമയത്ത് തന്നെ വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി